ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ടു വേ കണക്ഷൻ. സ്റ്റെയറിൻ്റെ ഏരിയയിൽ വരുന്ന സ്റ്റെയറിൻ്റെ ഏരിയ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഓരോ ഫ്ലോറുകളിലേക്കും കയറി പോകുന്ന സമയത്ത് ടു വേ കണക്ഷനാണ് കൊടുക്കാറ്. അതായത് മുകളിൽ നിന്നും താഴെ നിന്നും ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകളും ലൈറ്റുകളുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി പോകുന്ന സമയത്ത് ടു വേ ഇട്ടിട്ട് അടുത്ത് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് താഴെ നിന്നും മുകളിൽ നിന്നും ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടു വേ സ്വിച്ച് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് 4 മോഡുകളുടെ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. 4 മോഡുകളുടെ മോഡുലാർ ടൈപ്പ് GMൻ്റെ മോഡൽ ഗോൾഡ് മെഡലിൻ്റെ ഓപ്പൺ ബോക്സ് അല്ലെങ്കിൽ സർഫസ് ബോക്സാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ISI പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ISI പൈപ്പ് ഓപ്പൺ വയറിംഗ് ആയതുകൊണ്ട് ISI പൈപ്പ് കൊടുത്തു, ജംഗ്ഷൻ കൊടുത്തു. അതിനുശേഷം കറക്റ്റായിട്ട് ഒരു നൂല് വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് അതിനുശേഷം 45 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഈ സാഡിലുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. 45 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ കൊടുത്തിട്ട് ISI പൈപ്പ് തന്നെ കൊടുക്കുന്നതാണ് ബെറ്റർ. കാരണം കണ്ട 20 mm ISI എന്നിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ISI പൈപ്പ് കൊടുത്തില്ലെങ്കിൽ ചൂട് കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് പൈപ്പ് വളഞ്ഞു പോകാനും അതുപോലെ തന്നെ പിന്നീട് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓപ്പൺ ആയതുകൊണ്ട് എന്തെങ്കിലും തട്ടയോ മുട്ടയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് നമ്മൾ ISI പൈപ്പ് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതിനുശേഷം നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജംഗ്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജംഗ്ഷൻ വഴി നമ്മൾ അതിലൂടെ വീണ്ടും ഒരു പൈപ്പ് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് താഴേക്ക് നമ്മൾ ടു വേ ജംഗ്ഷൻ വയറിന് വേണ്ടിയിട്ട് ടു വേയുടെ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അതിലൂടെ വലിച്ചിട്ടുണ്ട്. പിന്നെ അതിന് മെയിൻ സപ്ലൈ ഒരു സ്ഥലത്ത് നമ്മൾ സപ്ലൈ കൊടുക്കും. അതായത് ഫേസ് ന്യൂട്രൽ ഈ സ്വിച്ചിലേക്ക് ഫേസ് ന്യൂട്രൽ കൊടുക്കുന്നുണ്ട്, ന്യൂട്രൽ ബൾബിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ആ ഫേസാണ് നമ്മുടെ ടു വേ സ്വിച്ചിൻ്റെ ഒരു എൻഡിൽ, അതായത് ടു വേ സ്വിച്ചിന് 3 പോളുകളാണുള്ളത്. അതിൻ്റെ സെൻട്രൽ പോളിൽ കൊടുക്കും, ബാക്കി 2 വയറുകൾ ടു വേയിൽ കൊടുക്കും. അതിനുശേഷം ആ 2 വയറുകൾ ടു വേക്ക് വേണ്ടിയുള്ള 2 വയറുകൾ നേരെ നമ്മൾ വലിച്ച് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരും. ഈ കർവൊക്കെ നല്ല രീതിയിൽ നമുക്ക് വളയ്ക്കാനായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇതുപോലെ തന്നെ ഒരു സ്പ്രിങ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ജസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്, അതായത് സ്റ്റാൻഡിങ്ങിൻ്റെ ലൈറ്റ് വരുന്നത് അവിടെയാണ് വരുന്നത്. ഇതാണ് നമ്മൾ ടു വേയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ലൈറ്റ്. ആ ജംഗ്ഷൻ്റെ അവിടെ നമ്മളൊരു ലൈറ്റ് കൊടുക്കും. അത് ട്യൂബോ അല്ലെങ്കിൽ ബൾബോ ഹോൾഡറോ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ടു വേ ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ടു വേയുടെ കണക്ഷൻസ് നേരെ വന്ന് താഴേക്കുള്ള സ്വിച്ചിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നമ്മൾ കൊടുക്കുന്നത് മുകളിൽ നമ്മൾ കൊടുത്തത് ഫേസാണ് കൊടുത്തത്, ടു വേക്ക് ഫേസാണ് കൊടുത്തത്. താഴത്തെ ടു വേയിൽ നമ്മൾ കൊടുക്കുന്നത് ആ ലൈറ്റിൻ്റെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ ലീഡാണ് കൊടുത്തിരിക്കുന്നത്. ടു വേയുടെ കണക്ഷനെ കുറിച്ച് അറിയണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ടു വേ കണക്ഷൻ എങ്ങനെയാണെന്ന് കയറി കാണാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതും അതുപോലെ തന്നെ നമ്മൾ 4 മോഡുകളുടെ പ്ലേറ്റാണ് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.